ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എന്താ തടസ്സ? എന്തത് കിടക്കേ? മണ്ടോ ഡേ മണ്ടോ എണീക്കണ്ട അവിടെ. നീ എന്താ ഉദ്ദേശിക്കണേ? എണീക്കാൻ നേരം വെളുത്തിട്ടില്ലല്ലോ. സ്വാമി അയ്യപ്പ അയ്യപ്പ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നേരം വെളുത്തിട്ടില്ലെന്ന് സമയം 7 എന്താണ് ഏട്ടാ? നീ എണീക്ക്. ഈ സമയം വരെ കിടന്നുറങ്ങാൻ എങ്ങനെ തോന്നണ നിനക്ക്? മണ്ഡലകാലല്ലേ അത് മണ്ടു? അത് അലാറം അടിച്ചില്ല, അപ്പൊ ഞാൻ അലാറം അടിച്ചാലേ നീ എണീക്കൂ. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞത് എന്താ? മണ്ഡലകാലം തുടങ്ങുകയാണ്, ഞാൻ മാല ഇടുകയാണ്. നീ നേരം വെളുക്കുമ്പം മര്യാദക്ക് എണീച്ച് പഴയ പോലത്തെ കോലം പറ്റില്ല. നീ എണീച്ച് ഇവിടെ കുളിയും കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറണം. ഞാൻ രാവിലെ വരുമ്പോ എന്തെങ്കിലും ഒരു അരിഭക്ഷണം എനിക്ക് കഴിക്കാണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇപ്പൊ എന്താ നീ ചെയ്തേ? ഏട്ടാ നമുക്കേ ഒരു 7 ദിവസത്തെ വ്രതം എടുത്താ പോരെ? 7 ദിവസത്തെ വ്രതം? അത് ഏത് മല കയറാനുള്ളതാ? എനിക്ക് മനസ്സിലായില്ല. ആ ഇന്ദിരേച്ചിയുടെ ഭർത്താവൊക്കെ 3 ദിവസത്തെ വ്രതം എടുത്തിട്ടാണല്ലോ പോയത്. അത് മലയ്ക്ക് പോവല്ല, ടൂറ് പോവാ. അങ്ങനെ ഓർക്കാൻ എന്തോ ആവാം, എനിക്കത് പറ്റില്ല. എടി 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ചെരുപ്പും കൂടി ഇടാണ്ട് ഈ തണുപ്പത്ത് പോയി കുളിയും കഴിഞ്ഞിട്ട് ആ കരിമലയും നീലിമലയും കയറിയിട്ട് ആ പടികൾ കയറി അയ്യപ്പന്റെ അങ്ങോട്ട് എടുത്തപ്പോ ഭഗവാനെ, അങ്ങനെ പോയാലേ ഭക്തി ഉണ്ടാവുള്ളൂ എന്റെ മണ്ടു. അല്ലാണ്ട് നീ പറയുന്ന രീതി ഈ ജാതി കിടന്നുറങ്ങിയാണ്ടല്ലോ അതുണ്ടാവില്ല. എങ്ങനെയാ ഉണ്ടാവുക? എവിടുന്നാ ഉണ്ടാവുക ഭക്തി? ചെറുപ്പത്തിൽ ഉണ്ടാവണം. ഫ്ലാറ്റിലല്ലായിരുന്നു ജീവിതം. വല്ലതും കണ്ടുണ്ടോ? അതൊക്കെ എന്റെ ഗ്രാമത്തിലേക്ക് ഇങ്ങോട്ട് വാ, ആ കാണിച്ചു തരാം. ആ വൃശ്ചികക്കാറ്റിന്റെ കൂടെ ആ ശരണം വിളി ഇങ്ങോട്ട് കേൾക്കുമ്പോണ്ടല്ലോ ഭഗവാനെ, ഔ അങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് എന്റെ അമ്മയും എല്ലാവരും. ഏത് വീട്ടിലും അങ്ങനെയാണ്. അല്ലാണ്ട് ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങല്ല. എന്നാ ഇന്നൊരു ചേട്ടൻ പുറത്തുനിന്ന് കഴിക്കും. പിന്നെ ഏത് ജാതി ഭക്ഷണമാണ് ആരുണ്ടാക്കണേ, എന്ത് ജാതി പാത്രത്തിൽ ഉണ്ടാക്കണെന്ന് ആർക്കറിയണേ? എനിക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ മണ്ടു. എന്നാ പിന്നെ ഇന്നൊരു ദിവസം കടിയുടെ വ്രതം എടുത്തോ, ഒന്നും കഴിക്കട്ട. ഞാൻ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോ ഓഫീസിലേക്ക് പോകുമ്പോ പുഴുക്കും കഞ്ഞി ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അടിച്ച് സ്വാമി സ്വാമി അയ്യപ്പ എന്തിനാ എന്നെ ക്ഷമ അങ്ങനെ പരീക്ഷിക്കണേ സ്വാമി. ഏട്ടാ നാളെ മുതൽ ഞാൻ ശരിയാവും, സത്യം. ഇന്നിപ്പോ ഞാൻ ഉറങ്ങട്ടെ ഏട്ടാ. ഇനി കുറേ ദിവസം എനിക്ക് വെളുപ്പിനെ എണീക്കണ്ടേ, പറ്റൂ. പ്ലീസ് പ്ലീസ് എന്നെ വിളിക്കരുത്. ഏട്ടൻ പോക്കോ, വാതിലടച്ചിട്ട് പോയാൽ മതിയേ.